ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ട്രെയിനിലാണ് ഗൈസ്. എവിടേക്കാണ് പോകുന്നത് എന്നല്ലേ? എൻ്റെ സ്വന്തം നാടായ കോഴിക്കോടേക്ക് പോവാണ്. എൻ്റെ പാപ്പനെയും ഉമ്മയെയും കാണാൻ വേണ്ടിയിട്ട്. വെക്കേഷനൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല ഈ വർഷം. ഒരു വർഷം ആവാറായി. എൻ്റെ ഉപ്പയുടെയും ഉമ്മനെയും കാണണമെന്ന് അതിയായ ആഗ്രഹം കാരണം ഇസാ മറിയത്തിൻ്റെ സ്കൂളിൽ 1-2 ദിവസം ലീവാക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ് കോഴിക്കോടേക്ക് എൻ്റെ ബാപ്പനെയും ഉമ്മനെയും കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വെളുപ്പിന് 3:30 ട്രെയിനാണ് കയറിയത്. ബുക്കൊന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് കയറിയതുകൊണ്ട് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇസാമരെ നന്നായിട്ട് ഉറങ്ങി. ഇപ്പം നന്നായിട്ട് നേരം വെളുത്തു. നമ്മൾ രാത്രി 1 മണിയൊക്കെ തന്നെ എണീറ്റു. അത്യാവശ്യം 1-2 ദിവസത്തേക്കാണെങ്കിലും മോളുള്ളതുകൊണ്ട് ഡ്രസ്സുകളൊക്കെ ആവശ്യമാണല്ലോ. ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചു. ഒക്കെ റെഡിയായി വരാൻ കുറച്ച് സമയം വേണമല്ലോ. അതുകൊണ്ട് 1 മണിക്ക് എണീറ്റു. ഞങ്ങളൊരു 3 മണിയാകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലെത്തി. സീറ്റൊക്കെ കണ്ടുപിടിക്കണം, ഇരിക്കണം, അങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ബുക്ക് ചെയ്താണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോഴിക്കോടേക്ക് പോവുകയാണ് മക്കളെ. ഞങ്ങൾ സ്വന്തമായി വീടെടുത്തിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എങ്കിൽ പോലും സ്വന്തം നാടും വീടും എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ്. എന്നെപ്പോലുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നാട്ടിൽ നിന്ന് മാറി നിന്ന് താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളിതാ കോഴിക്കോട് എത്തി. നമ്മളെ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഇവിടേക്ക് വരില്ല വണ്ടി എന്ന് പറഞ്ഞു. കാരണം അവിടെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പുറത്തെ സൈഡിലോട്ട് പോയി. അവിടുന്ന് ഓട്ടോ കയറി ഞങ്ങൾ പോവാണ് ഗായ്സ്. കോഴിക്കോടിൻ്റെ ഒരു സ്മെല്ല് ഞാൻ ആസ്വദിച്ചു പോവുകയാണ് ഗായ്സ്. അപ്പോൾ പകുതി വഴിയിലെത്തിയപ്പോൾ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അവിടെ കിണർ വെള്ളമാണല്ലോ. കിണർ വെള്ളം മോള് കുടിക്കില്ല. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഗായ്സ്. ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും. വീടിൻ്റെ തൊട്ടടുത്തതാണ് എൻ്റെ വീട്. ഓ മൈ ഗോഡ്, സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ്. ഇതാണ് എൻ്റെ പപ്പ, എൻ്റെ ഉപ്പയാണിത്. ഇസ ഇറങ്ങി ഓടാണ് സൂറമ്മൻ്റെ അടുത്തോട്ട്. അവളെ കയ്യിൽ ചോക്ലേറ്റ്സ് ഉണ്ട്. അത് സൂറമ്മക്ക് വേണം കൊടുക്കണം എന്ന് പറഞ്ഞ് ഓടാണ്. അപ്പോൾ സൂറമ്മ ദാ അവിടെ വന്ന് എത്തി നോക്കുന്നുണ്ട്. ഉപ്പ നമ്മളെ പെട്ടിയൊക്കെ പിടിച്ച് വലിച്ച് ഓടുന്നുണ്ട്. പാപ്പൊക്കെ വെയിറ്റ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇക്ക വാങ്ങി. അപ്പോൾ നമ്മളെ വീട്ടിലോട്ട് കയറട്ടെ. ഉപ്പനോടും ഉമ്മനോടും വീടൊക്കെ ആയിട്ട് ഒന്ന് സന്തോഷിക്കട്ടെ. ഞാൻ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. ഓക്കെ, കാണാൻ മറക്കല്ലേ. ബൈ ബൈ.